അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്തു, 3 സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ 3 കാര്യങ്ങളിലേക്ക് നോക്കുന്നത് കൊണ്ട് അല്ലാഹു തആല ആ നോട്ടത്തിന് പോലും കൂലി നൽകുമെന്നാണ്. വെറുതെ നോക്കിയാലും കൂലി ലഭിക്കുന്ന 3 കാര്യങ്ങൾ. അതിലൊന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫാണ്. ആ ഖുർആനെ ഒന്ന് എടുത്ത് നമ്മളൊന്ന് നോക്കിയാൽ അതിന് കൂലിയാണ്. ഖുർആനെ കയ്യിലെടുത്ത് അതിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചാൽ, ആ ഖുർആനെടുത്ത് അതിൻ്റെ പേജുകൾ മറിച്ചു അതിലെങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, അതിന് കൂലിയാണ്. രണ്ടാമത്തേത് പരിശുദ്ധമായ കഅബയാണ്. കഅബയെ നോക്കിയാൽ പുണ്യമാണ്, കൂലിയാണ്, പ്രതിഫലമാണ്. മക്കയിലും മദീനയിലും പോകുമ്പോഴേ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോഴേ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ആ കഅബയെ നോക്കിക്കൊണ്ടിരുന്നാൽ പോലും കൂലിയാണ്. മൂന്നാമത്തെ കാര്യം മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. മാതാവിൻ്റെ മുഖത്തേക്ക് ആ വാത്സല്യത്തോടു കൂടി നോക്കുമ്പോൾ ആ നോട്ടത്തിനും അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകുകയാണ്. അതുകൊണ്ട് നമ്മുടെ അടുക്കൽ നമ്മുടെ ഖുർആൻ നമ്മുടെ അടുക്കലുണ്ട്, കഅബ നമ്മുടെ അടുക്കലില്ല. പക്ഷേ ആ ഖുർആൻ നമ്മൾ നോക്കിയാൽ പ്രതിഫലം കിട്ടും. നമ്മുടെ വീടുകളിലുണ്ട്, അലമാരകളിലുണ്ട്, നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഖുർആൻ എടുത്ത് നമ്മൾ നോക്കിയാൽ പോലും പ്രതിഫലമാണ്, ഓതിയാൽ അതിനേക്കാൾ പ്രതിഫലമാണ്. മാതാവ് നമ്മുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിലുണ്ട്. അവരുടെ അടുക്കൽ പോയി കുറച്ച് സമയം ചെലവഴിച്ച് അവരെ ഒന്ന് വാത്സല്യത്തോടുകൂടി നോക്കുക. അവരെ ഒന്ന് നോക്കിയാൽ പോലും പ്രതിഫലമാണ്. അല്ലാഹു തആല ഈ പ്രതിഫലം നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.